Good morning, my dear students. In the last class, we are discussed about the classification of contract according to formation. That is express contract, implied contract, quasi contract. നല്ലതുപോലെ വായിച്ചോ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. Today, we will discuss the types of contract according to performance. ഓക്കെ, അത് പെർഫോം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് പെർഫോമൻസ് കോൺട്രാക്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്, യൂണിലാറ്ററൽ കോൺട്രാക്ട് ഓർ ഓൺ സൈഡഡ് കോൺട്രാക്ട് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്ട് ഓർ ടു സൈഡഡ് കോൺട്രാക്ട്. ഓക്കെ, എന്തൊക്കെയാണ് എക്സിക്യൂട്ടഡ്, എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. എക്സിക്യൂട്ടറി, യൂണിലാറ്ററൽ, ബൈലാറ്ററൽ. ഓക്കെ, എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കോൺട്രാക്റ്റിനെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നു പറഞ്ഞത് അല്ലേ. എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്? എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ടഡ് വെൻ ബോത്ത് ദ പാർട്ടീസ് to the contract have fulfilled their respective obligations and nothing remains to be done by either party. അല്ലേ, അതായത് when both the parties, രണ്ട് വ്യക്തികളും to the കോൺട്രാക്റ്റുള്ള have fulfilled their respective obligation, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആൻഡ് നത്തിങ് റിമെയിൻസ് ടു ബി ഡൺ ബൈ എതർ പാർട്ടി, എന്നാൽ രണ്ട് പേരിനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല എങ്കിൽ അത്തരം കോൺട്രാക്റ്റിനെ നമ്മൾ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്, നടപ്പിലാക്കിയ കോൺട്രാക്ട് എന്നറിയപ്പെടും. എന്താണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട് എന്നറിയപ്പെടും. രണ്ട് വ്യക്തിയും അവരവരുടെ ജോലി പരസ്പരം രണ്ടുപേരും ചെയ്തു തീർത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എക്സിക്യൂട്ടഡ് എന്ന് വിളിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ വാച്ച്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഷോപ്പിൽ പോകുന്നു, ഒരു വാച്ച് വാങ്ങുന്നു, അയാൾ എനിക്ക് വാച്ച് തരുന്നു, ഞാൻ അയാൾക്ക് ക്യാഷ് കൊടുക്കുന്നു. ഹിയർ ബോത്ത് ദ പാർട്ടീസ് ഹാവ് പെർഫോംഡ് ദെയർ ഒബ്ലിഗേഷൻസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ടഡ്, പൂർത്തിയായ കോൺട്രാക്ട്. രണ്ടുപേരും അവരവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്ത് പൂർത്തിയാക്കിയ കോൺട്രാക്റ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, എന്താണ് എക്സിക്യൂട്ടറി? എക്സിക്യൂട്ടർ നടപ്പിലായി കഴിഞ്ഞതാണ്. അപ്പോൾ എക്സിക്യൂട്ടർ എന്ന് വെച്ചാൽ നടപ്പിലാകണം അല്ലേ, പെൻഡിങ് ഉണ്ട്. ഒന്നുകിൽ രണ്ടു പേരും കോൺട്രാക്റ്റിൽ അവരവരുടെ ഒബ്ലിഗേഷൻസ് ഫുൾഫിൽ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരാൾ ചെയ്യാനുണ്ട്. ഒരാൾ ചെയ്യാനുണ്ട്. അങ്ങനെ പൂർണ്ണമായും പൂർത്തിയാക്കാത്ത കോൺട്രാക്റ്റാണ് എന്ത് വിളിക്കുന്നത്? എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് ആർ ദ കോൺട്രാക്ട്സ് വെയർ ദ ഒബ്ലിഗേഷൻ ഓൺ ബോത്ത് ഓഫ് ദ പാർട്ടീസ് ആർ ഔട്ട്സ്റ്റാൻഡിങ് ഓൺലി ഓർ ഇൻ പാർട്ട്. രണ്ട് വ്യക്തികളുടെയും ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? പെൻഡിങ് ആണ്, ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ ഭാഗികമായാണ്. അറ്റ് ദ ടൈം ഓഫ് ദ ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്ട് രൂപീകരിക്കുന്ന സമയത്ത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ടറി വെൻ എയ്തർ ബോത്ത് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് ഹാവ് സ്റ്റിൽ ടു പെർഫോം ദെയർ ഷെയർ ഓഫ് ഒബ്ലിഗേഷൻ ടോട്ടോ ഓർ there remains something to be done under the contract on both the sides. അല്ലേ, രണ്ട് പേര് ചിലപ്പോൾ ഒരാൾ കുറച്ച് ചെയ്ത് കാണും, അല്ലെങ്കിൽ രണ്ട് പേരും കുറച്ച് ചെയ്ത് കാണും. അപ്പം രണ്ടു പേരുടെ ഭാഗത്തു നിന്നും കുറച്ച് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനുണ്ട്, എന്നാൽ മാത്രമേ കോൺട്രാക്റ്റ് പൂർത്തിയാകത്തുള്ളൂ. ബോത്ത് ദ പാർട്ടീസിൻ്റെ എൻഡിൽ കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും പെൻഡിങ്ങിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതായത് പൂർണ്ണമായും കോൺട്രാക്റ്റിൻ്റെ രൂപീകരണം ഫോർമേഷൻ്റെ സമയത്ത് പൂർണ്ണമായും അവരുടെ ഒബ്ലിഗേഷൻസ് പൂർത്തിയാക്കി കഴിഞ്ഞില്ല, കുറച്ച് ഭാഗം വീതം രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് പെൻഡിങ് ഉണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റാണ് നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒന്നുകിൽ രണ്ടുപേർ നമ്മളിപ്പോൾ വാക്കാൽ പറഞ്ഞു, പക്ഷേ രണ്ടുപേരും പൂർത്തിയാക്കിയിട്ടില്ല, രണ്ടുപേരും ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിലും അതും എക്സിക്യൂട്ടറി ആകാം, അല്ലെങ്കിൽ ചെയ്തു തുടങ്ങി പക്ഷേ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും അതും എക്സിക്യൂട്ടറി ആകാം. ഉദാഹരണത്തിന് ഒരാൾ പറയുന്നു, ഞാൻ നിങ്ങളുടെ വീട് അടുത്ത മാസം പെയിൻറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പം മറ്റേ ആൾ പറയുന്നു, പെയിൻറ്റ് ചെയ്തതിന് ഞാൻ 10,000 രൂപ തരാം. ഇത് രണ്ടും നടന്നോ? നടന്നില്ല. രണ്ടും എന്ന് നടക്കും? ഒരു മാസം കഴിഞ്ഞ് നടക്കും അല്ലേ. രണ്ടുപേരുടെയും ഭാഗത്തുള്ള ഒബ്ലിഗേഷൻസ് പെൻഡിങ് ആണ്. പെയിൻറ്റ് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞ്, ക്യാഷ് കൊടുക്കുന്നതും ഒരു മാസം കഴിഞ്ഞ്, രണ്ടും പെൻഡിങ് ആയിട്ടുണ്ട്. ദിസ് ഈസ് സെഡ് ടു ബി എക്സിക്യൂട്ടറി കോൺട്രാക്ട് ബിക്കോസ് ദ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്, സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ്. It will be performed after 1 month. ഓക്കെ, ദാറ്റ് ഇസ് സെഡ് ടു ബി എക്സിക്യൂട്ടറി. എക്സിക്യൂട്ടറി കോൺട്രാക്ട് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടു പേരുടെയും ഭാഗത്തു നിന്നുള്ള
ഒബ്ലിഗേഷൻസ് either ഒന്നുകിൽ മൊത്തത്തിൽ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഭാഗം ചെയ്ത് പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ കോൺട്രാക്റ്റിനെ രണ്ട് രീതിയിലൂടെ തിരിക്കാം. ഒന്ന് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഓൺ സൈഡ് കോൺട്രാക്റ്റ് എന്നും ബൈലാറ്ററൽ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ടു സൈഡ് കോൺട്രാക്റ്റ്. അപ്പോൾ എന്താണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്? യൂണിലാറ്ററൽ വെച്ചാൽ ഒരാൾ ചെയ്തിട്ടുണ്ട്, യൂണിലാറ്ററൽ പേരിൽ തന്നെ അല്ലേ, ഒരാൾ അയാളുടെ ജോലി മൊത്തം ചെയ്ത് കഴിഞ്ഞ് അടുത്ത ആളുടെ ജോലി പെൻഡിങ് ആണ്, അതിനാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. അപ്പം ഈ രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. അപ്പം ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് പെൻഡിങ് ആണ്, അതാണ് ബൈലാറ്ററൽ. ഓക്കെ, യൂണിലാറ്ററൽ എന്ന് വെച്ചാൽ ഓൺ സൈഡ് എന്ന് വെച്ചാൽ ഒരാളുടെ ജോലി പൂർത്തിയാക്കി. നമുക്ക് നോക്കാം എന്താണ്. എ കോൺട്രാക്ട് ഈസ് സെഡ് ടു ബി യൂണിലാറ്ററൽ വെൻ വൺ പാർട്ടി ഹാസ് പെർഫോംഡ് ഹിസ് ഒബ്ലിഗേഷൻ either before or at the time when the contract comes into existence. അല്ലേ, ഒന്നുകിൽ നേരത്തെ ചെയ്ത് കാണും, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് എന്ന് വെച്ചാൽ കോൺട്രാക്റ്റ് നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ചെയ്ത് കാണും, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് നിലവിൽ വരുന്ന ആ സമയത്ത് തന്നെ ചെയ്താണ് ഒരാളുടെ ജോലി. ഇറ്റ് ഈസ് ഓൺലി ദ ഒബ്ലിഗേഷൻ ഓഫ് ദ അതർ പാർട്ടി വിച്ച് റിമെയിൻസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്. അല്ലേ, അടുത്ത ആളുടെ ഒരാൾ ചെയ്തു മറ്റേ ആളുടെ ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് മാത്രം പെൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ കോൺട്രാക്ട് ഇസ് ടു ബി ഓൺ സൈഡ് കോൺട്രാക്ട് അല്ലെങ്കിൽ യൂണിലാറ്ററൽ കോൺട്രാക്ട് എന്നറിയപ്പെടുന്നു. ഉദാഹരണത്തിന് ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഒരു കൂലി വന്നിട്ട് അയാളുടെ സാധനങ്ങൾ എടുത്തിട്ട് അയാളുടെ വണ്ടിയിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്നു. ഓക്കെ, അവിടെ എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം വണ്ടിയിൽ കൊണ്ട് കൂലിയാണെങ്കിൽ അയാളുടെ ജോലി വണ്ടിയിൽ കൊണ്ട് വെച്ച് കൊടുത്തു. ദാറ്റ്സ് ഒബ്ലിഗേഷൻ ഈസ് ഓവർ. ഓക്കെ, ഓൾറെഡി ഡൺ അല്ലേ. ഇതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്? അയാൾ പൈസ റീസണബിൾ ചാർജ് കൊടുക്കുന്നത്. അല്ലേ, അപ്പോൾ ടൈമിലി അല്ല ചെയ്യുന്നത്, ഒരാളുടെ ജോലി ചെയ്തതിന് ശേഷം അത് കഴിഞ്ഞിട്ടാണ് അടുത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്നു, അയാൾ ഒരു ജോലി ചെയ്തിട്ട് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എങ്കിൽ ഓൾറെഡി ഒരാളുടെ ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് കഴിഞ്ഞു. മറ്റേയാളുടെ ഭാഗത്തു നിന്നുള്ള ക്യാഷ് പേയ്മെൻറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത്? 2 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് unilateral contract. The obligation on the part of one party is already performed and the obligation on the part of other party is pending, that is to be performed, ചെയ്യാനുണ്ട്. That is said to be unilateral contract. അപ്പോൾ എന്താണ് ബൈലാറ്ററൽ കോൺട്രാക്ട്? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ബൈലാറ്ററൽ നോക്കാം. ഓക്കെ, വെൻ ദ ഒബ്ലിഗേഷൻ ഓഫ് ബോത്ത് ദ പാർട്ടീസ്, നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഈ എക്സിക്യൂട്ടീവ് കോൺട്രാക്ട് പോലെ തന്നെയാണ്, ഒരു ക്ലാസിഫിക്കേഷനിൽ പറയുന്നതേ ഉള്ളൂ. വെൻ ദ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ബോത്ത് ദ പാർട്ടീസ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്ട് ഈസ് നോൺ ആസ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ഓക്കെ, രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് പെൻഡിങ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു വണ്ടി വാങ്ങാനായിട്ട് പോകുന്നു. ഓക്കെ, ഒരാളുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങാനായിട്ട് പോകുന്നു. ഓക്കെ, ഞാൻ ചെന്ന് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു എത്ര രൂപ വേണം? അപ്പോൾ അയാൾ പറയുന്നു 10,000 രൂപ. സമ്മതിച്ചു. ഓക്കെ, ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങാം എന്ന് പറയുന്നു. അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ കോൺട്രാക്റ്റിൽ രണ്ടുപേരുടെയും ഭാഗത്തു നിന്നുള്ള ഒബ്ലിഗേഷൻസ് ഒരാഴ്ച കഴിഞ്ഞേ നടക്കത്തുള്ളൂ. എന്താ, ഒരാഴ്ച കഴിയുമ്പോൾ അയാൾ എനിക്ക് വണ്ടി തരും, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അയാൾക്ക് 10,000 രൂപ ക്യാഷും കൊടുക്കും. Okay, that means in the case of a bilateral contract, the obligation on the part of both the parties is pending and it will be performed in future. അല്ലേ, പിന്നീട് നടത്തും. അല്ലേ, അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് കോൺട്രാക്റ്റിൽ അത് ചെയ്യില്ല. നമ്മൾ പറഞ്ഞിട്ട് പോകും 10,000 രൂപയ്ക്ക് ഞാൻ എടുക്കാൻ തയ്യാറാണ്, പക്ഷേ 2 ദിവസം അല്ലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങാം. അപ്പോൾ നമ്മുടെ എഗ്രിമെൻ്റ് ഒക്കെ റെഡിയാണ്, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ ദാറ്റ് വിൽ ബി ആഫ്റ്റർ 1 week. ദാറ്റ്സ് സെഡ് ടു ബി ബൈലാറ്ററൽ കോൺട്രാക്ട്. 2 പേര്, അതായത് എനിക്ക് വണ്ടി കിട്ടിയിരുന്നുവെങ്കിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് 1 സൈഡായി മാറിയേനെ. ഇവിടെ ഞാൻ പൈസ കൊടുക്കാനും ഉണ്ട്, അയാൾ വണ്ടി തന്നതും ഇല്ലെങ്കിൽ അത് 2 സൈഡായി മാറി. അല്ലേ, നേരെ മറിച്ച് ഞാൻ വണ്ടി വാങ്ങിക്കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് പൈസ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ്സ് യൂണിലാറ്ററൽ കോൺട്രാക്ട്. ഒരാളുടെ ഒബ്ലിഗേഷൻ കഴിഞ്ഞ് മറ്റൊരാളുടേതാണ് പെൻഡിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിനെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ക്ലാസിഫിക്കേഷൻ എസ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്ക് 5 മാർക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പല പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയായിരുന്നു? ഒന്ന്, എക്സിക്യൂട്ടഡ്, 2 പേരും ഫുൾഫിൽ ചെയ്തത്. എക്സിക്യൂട്ടറി, 2 പേരുടെയും ഭാഗത്ത് കുറച്ച് ഭാഗങ്ങൾ പെൻഡിങ് ഉള്ളത്. യൂണിലാറ്ററൽ, ഒരാൾ ഫുൾഫിൽ ചെയ്തത്. അങ്ങനെ ബൈലാറ്ററൽ, 2 പേരുടെയും ഭാഗത്തുള്ളത് പെൻഡിങ്ങിൽ കിടക്കുന്നത്. എക്സിക്യൂട്ടറി കോൺട്രാക്ട് പോലെ തന്നെയാണ് ബൈലാറ്ററൽ കോൺട്രാക്ട്. ദ ഒബ്ലിഗേഷൻ ഓൺ ബോത്ത് ദ പാർട്ടീസ് ഈസ് പെൻഡിങ്, ദാറ്റ് ഷുഡ് ബി ബൈലാറ്ററൽ. ക്ലിയർ? അപ്പം നല്ലതുപോലെ വായിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.
നിങ്ങളെല്ലാം നല്ലതുപോലെ വീട്ടിലിരുന്ന് സേഫായിട്ടിരുന്ന് വായിച്ച് പഠിച്ച് എന്താ നോട്ട് തയ്യാറാക്കുക. അസൈൻമെൻറ്റ് വർക്കുകൾ വയ്ക്കുക. അസൈൻമെൻറ്റ് വർക്കുകൾ തരുമ്പോൾ വയ്ക്കാത്തവർ എത്രയും പെട്ടെന്ന് വയ്ക്കുക. ഞാനത് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അസൈൻമെൻറ്റ് വർക്കുകൾ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞില്ലെങ്കിൽ മാത്രം ബിസിനസ് റെഗുലേഷൻ ഗ്രൂപ്പിൽ ഇടുക. അത് പറ്റാത്തവർ മാത്രം. ഓക്കെ, അറ്റൻഡൻസ് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ യുവർ പേഷ്യൻ ലിസണിങ്. താങ്ക് യു.